ഈ ക്ലൈമാക്സ് എടുക്കുന്ന സമയങ്ങളിൽ ഇത് പൊള്ളാച്ചി വെച്ച് ഇതിനെ ഒരു ഷൂട്ട് നടത്തി ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട്. കാരണം ഈ സുധീഷ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണല്ലോ, മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ബ്രദറാണ്. അപ്പം സുധീഷിനെ സായികുമാറിൻ്റെ പിന്നെ കൊട്ടേഷൻ സംഘം തപ്പിക്കൊണ്ടുപോയി. അപ്പം അതിൻ്റെ പുറകിൽ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീൻ എടുക്കണമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹൈ സ്പീഡിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈ സ്പീഡിൽ എടുക്കുമ്പോൾ അത് ഡമ്മിയെ കൊണ്ട് ഓടിപ്പിച്ച് പൊള്ളാച്ചി സ്ഥലങ്ങളിലൊക്കെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് ഈ മല ചാടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ മല ചാടിക്കുന്ന സമയങ്ങളിൽ ഈ വണ്ടിക്ക് ക്ഷതം പറ്റി, അതിൻ്റെ ബമ്പറൊക്കെ പൊട്ടി അങ്ങ് ഡിസോൾഡറായി. പിന്നെ അവസാനമായപ്പോഴത്തേക്ക് വണ്ടി ഓടിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അത് അവസാനം ഒരു എനിക്ക് തോന്നുന്നൊരു 5 ഡേയ്സിൻ്റെ ഷൂട്ടിംഗ് ടൈം തീരുന്നതിന് മുമ്പ് ആണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ അവസാനം ചെന്നൈയിൽ നിന്ന് സെയിം. കാരണം ഈ വണ്ടികൾ ബെൻസിൻ്റെ ഈ ടൈപ്പ് ബെൻസുകൾ വളരെ കുറവാണ്. ഈ രാജശ്രീ മോട്ടേഴ്സ് ഇവിടെ തുടങ്ങി വരുന്നേ ഉള്ളൂ, അവരുടെ വർക്ക്ഷോപ്പൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെയും വലിയ വണ്ടികൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള വണ്ടികളൊന്നും നമുക്കിങ്ങനെ ചോദിച്ചിട്ട് പലരും തരാനൊരു മടി കാണിച്ചു. അപ്പോൾ ചെന്നൈയിൽ ഈ മോഡൽ ബെൻസ് ഈ ഡെയിലി റെൻറ്റിന് കൊടുക്കുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ആ വണ്ടി അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് നമ്മൾ അത് റെൻറ്റിനെടുത്ത് ഈ നമ്പർ PY എന്നുള്ള നമ്പർ സെയിം എടുത്ത് അതേപോലെ ഡിക്റ്റോ ഉണ്ടാക്കി വെച്ച്. അപ്പോൾ ക്ലൈമാക്സ് നമ്മൾ ശിവാജി ഗാർഡൻ ചെന്നൈ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടാണ് ക്ലൈമാക്സ് എടുക്കുന്നത്. ഈ വണ്ടി കൊണ്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാര്യം ഈ പടം ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി, നന്നായിട്ട് വന്നു പടം. അപ്പോഴത്തേക്ക് അന്ന് പ്രത്യേകിച്ച് ഈ ഷാജി കൈലാസ് രഞ്ജിത്ത് ടീമിൻ്റെ 6-ാം തമ്പുരാൻ നരസിംഹം സിനിമ കണ്ടിട്ടുള്ള അടുത്തൊരു സിനിമ പ്രത്യേകിച്ച് മമ്മൂക്ക വെച്ചുള്ളൊരു ഷാജി കൈലാസ് രഞ്ജിത്തിൻ്റെ ഒരു സിനിമയാണ്. അതും ഭയങ്കര ഹിറ്റായെന്ന് പറയാൻ ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് പടമായിരുന്നു. വേറെ പല വണ്ടികളും ഉപയോഗിക്കുന്ന ബിസിനസ്സുകാർ രാജശ്രീ മോട്ടേഴ്സിൽ വിളിച്ചിട്ട് പോയി ഈ വണ്ടിക്ക് എന്താ വിലയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇതാണ് വില, അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി വേണം. അങ്ങനെ 26 വണ്ടി ആ സമയങ്ങളിൽ സെയിലായി. ഇറങ്ങി ഒരു 2 മാസം കഴിയുമ്പോൾ 1.5 മാസം കഴിയുമ്പോൾ 26 വണ്ടി സെയിലായി. അപ്പോൾ അതിനു വേണ്ടി എനിക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ ഒരു 10-15 സർവീസ് ഫ്രീ തന്നെനിക്ക്. ഈ വണ്ടി ഇതിനകത്ത് പിന്നെ ഷൂട്ട് ചെയ്തതിൻ്റെ പേര്, ഇതിനകത്ത് ആക്ട് ചെയ്തതിൻ്റെ പേരിൽ ഈ വണ്ടിക്ക് ഭയങ്കര വാല്യൂ ആണ്. ചോദിക്കുന്ന പൈസ കൊടുക്കും. അപ്പോൾ രജിസ്ട്രേഷൻ മാറ്റിയിട്ടും അതൊരു വിഷയമല്ല ആൾക്കാർക്ക്. സാറിന് രജിസ്ട്രേഷൻ മാറ്റുമ്പോഴത്തേക്ക് എൻ്റെ വാല്യൂ കുറയണം. അപ്പോൾ അങ്ങനെ ഇരുന്ന് അടുത്തെന്ന് പറയാം എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ എബി എന്ന് പറഞ്ഞ തിരുവല്ല കോളേജിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഈ എബിക്കിത് എന്നോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തും ഇത് സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചതിൻ്റെ പുറത്തും അവനത് വാങ്ങിച്ചേ പറ്റും. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ആ വണ്ടി ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അത് ഒരു ഡോക്ടർ, കൊല്ലത്തൊരു ഡോക്ടർക്കാണ് ഞാൻ അത് കൊടുത്തത്. അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറെ ഇത് വേറെ ആൾ പിടിച്ച് പറിച്ചുകൊണ്ട് പോയത്, ഭയങ്കര വില കൊടുത്ത്. ഒരു വ്യവസായിയാണ്. അപ്പോൾ അവിടെ തിരക്കി ചെന്നു ഇയാൾ. അയാൾ പറഞ്ഞ് ഞാൻ എത്ര രൂപ തരാമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് വാങ്ങിച്ച് അദ്ദേഹം കുറേ ആൾ കൊണ്ടു നടന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ കാനഡയ്ക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പോകുമ്പോൾ സമയത്ത് ഇത് കൊടുത്തു. ചെന്നൈയിൽ ഈ വണ്ടി കിട്ടുന്നത് എപ്പോഴാണ്? എനിക്കൊരു 2019 എൻ്റെ കയ്യിൽ വണ്ടി കിട്ടും. ആക്ച്വലി ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ ഈ വണ്ടി ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. കാരണം അന്ന് ഞാൻ 4th സ്റ്റാൻഡേർഡിൽ കണ്ട് പഠിക്കുകയാണ് ഈ സിനിമ റിലീസായപ്പോൾ. അപ്പോൾ നമ്മൾ അന്ന് ഈ വണ്ടിയാണ് ഫുള്ള് സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി അത് ഓടിക്കുന്നുള്ളൂ. ഫുൾ വണ്ടിയുടെ പല പല ആംഗിൾസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മൈലേജ് ഇപ്പോൾ ഒരു 9-10 ഒക്കെ കിട്ടും. ഡീസലാണിത്. അപ്പം 9-10 ആക്ച്വലി നല്ല മൈലേജാണ്. കാരണം വലിയ എഞ്ചിനാണിത്. 2.5 ലിറ്റർ എഞ്ചിനാണ്. പിന്നെ ഇതിൽ ടെർബോ ഒന്നുമില്ല. ഫുള്ളി നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. അന്നത്തെ കാലത്ത് നമ്മൾ 99 നോക്കുവാണെങ്കിൽ എല്ലാം സ്പെഷ്യാലിറ്റിയാണ്. കാരണം അന്ന് പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, റിമോട്ട് ലോക്കിംഗ്, സെൻസർ കീസ്, ഓട്ടോമാറ്റിക് ഹെഡ് റെസ്റ്റ് എല്ലാം സ്പെഷ്യാലിറ്റിയാണ്. വെള്ളിയേട്ടൻ എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിൽ മെഗാസ്റ്റാറിനൊപ്പം തിളങ്ങിയിരുന്ന ബെൻസ് റീ റിലീസിലും തരംഗമാവുകയാണ്. 24 വർഷങ്ങൾക്ക് ശേഷം നവംബർ 29-ന് അറക്കൽ മാധവനുണ്ണിയും സഹോദരങ്ങളും മടങ്ങിയെത്തുമ്പോൾ ഡബിൾ തിളക്കത്തോടെ ഇവനും കാണും തിയേറ്ററിൽ.